ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തുവ് നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. എഫെസോസിലെ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ് എഫേസ്യരുടെ പുസ്തകം. ഈ പ്രത്യേക ഭാഗത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ പൗലോസ് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്തതുപോലെ സ്നേഹത്തിൽ നടക്കുവാൻ അവൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രമേയമാണ് ഈ വാക്യത്തിൻ്റെ കേന്ദ്രം. എഫേസ്യയിലെ വിശ്വാസികളെ സ്നേഹത്തിൽ നടക്കുവാൻ പൗലോസ് പഠിപ്പിക്കുന്നു. സ്നേഹം അവരുടെ ജീവിതത്തിൽ വഴികാട്ടുന്ന തത്വമായിരിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹം ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമല്ല, മറിച്ച് ക്രിസ്തു പ്രകടമാക്കിയ നിസ്വാർത്ഥവും ത്യാഗപരവുമായ സ്നേഹമാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളവരെ സേവിക്കുക, അവരുടെ ക്ഷേമത്തിനായി ത്യാഗങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുക എന്നിവയാണ് ഈ സ്നേഹത്തിൻ്റെ സവിശേഷത. അതിൻ്റെ പൂർണ്ണമായ സ്വാധീനം മനസ്സിലാക്കുവാൻ ഈ വാക്യത്തിൻ്റെ സന്ദർഭം വളരെ പ്രധാനമാണ്. വിവിധ വെല്ലുവിളികളും പോരാട്ടങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു സഭാ സമൂഹത്തിനാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. ക്രിസ്തുയേശുവിൻ്റെ വ്യക്തിത്വത്തിലുള്ള സ്നേഹത്തിൻ്റെ ആത്യന്തിക മാതൃകയെക്കുറിച്ച് അവൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹത്തിൽ നടക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസവും മൂർത്തവും പരിവർത്തനാത്മകവുമായ രീതിയിൽ ജീവിക്കുവാൻ പൗലോസ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള സ്നേഹം ഒരു വികാരം മാത്രമല്ല, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുവാനുള്ള ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണ്. ക്രിസ്തു തന്നെ ദൈവത്തിന് ബലിയായി സൗരഭ്യവാസനയായി സമർപ്പിച്ചതിൻ്റെ പരാമർശം പഴയ നിയമ ബലി സമ്പ്രദായത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. പഴയ നിയമത്തിൽ പാപപരിഹാരത്തിനും ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനുമായി വഴിപാടുകളും യാഗങ്ങളും അർപ്പിച്ചിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആത്യന്തിക യാഗം നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മൂർത്തിഭാവമാണ്. അവൻ്റെ ത്യാഗത്തെ മധുരമുള്ള ഒരു സുഗന്ധം എന്ന് വിശേഷിപ്പിക്കുന്നു, അതായത് സൗരഭ്യ വാസന. അത് ദൈവത്തിന് പ്രസാദകരവും സ്വീകാര്യവുമാണെന്ന് സൂചിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള അവിശ്വസനീയമായ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ വാക്യം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുവാൻ തയ്യാറായ അത്രയും മഹത്തായ ഒരു സ്നേഹമാണിത്. ഈ നിരുപാധിക സ്നേഹത്തിൻ്റെ സ്വീകർത്താക്കൾ എന്ന നിലയിൽ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ആ സ്നേഹം പ്രതിഫലിപ്പിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പരസ്പര സ്നേഹം ക്രിസ്തു നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം. പ്രായോഗികമായി സ്നേഹത്തിൽ നടക്കുക എന്നതിനർത്ഥം മറ്റുള്ളവരോട് ദയയോടും അനുകമ്പയോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക എന്നതാണ്. നമ്മോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക, ആവശ്യമുള്ളവരെ സേവിക്കുക, മറ്റുള്ളവർക്ക് കൃപകളെ നൽകുക എന്നിവയാണ് ഇതിനർത്ഥം. ക്രിസ്തു തൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ പ്രകടമാക്കിയതുപോലെ നിസ്വാർത്ഥതയും താഴ്മയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫേസ്യർ 5:2 ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തന്നെ നൽകുകയും ചെയ്തതുപോലെ വിശ്വാസികൾ സ്നേഹത്തിൽ നടക്കുവാനുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ കേന്ദ്ര പ്രാധാന്യത്തെ ഊന്നിപ്പറയുകയും ക്രിസ്തുവിൻ്റെ നിസ്വാർത്ഥവും ത്യാഗപരവുമായ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ വിശ്വാസം ജീവിക്കുവാൻ നമ്മെ വിളിക്കുകയും ചെയ്യുന്നു. ഈ വാക്യം നാം ധ്യാനിക്കുകയും അതിലെ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തുളച്ചു കയറുവാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്കും പ്രചോദനം ലഭിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ.